വന്യമൃഗ ആക്രമണങ്ങളിൽപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ മരിക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, ഒരു ചെറുപ്പക്കാരൻ 10-22 വയസ്സ് മാത്രം അതിൽ അമർ ഇലാഹി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ആന വളരെ ക്രൂരമായി ചവിട്ടിക്കൊന്നു. നാട്ടുകാർ വളരെ പ്രതിഷേധത്തിലാണ്. നാട്ടുകാർ പലതും പറയുന്നുണ്ട്, അവർ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആന കുറച്ചു കാലമായിട്ട് ഈ നാട്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണെന്ന് വനം വകുപ്പ് അധികൃതരെയും മറ്റധികൃതരെയും പോലീസിനെയൊക്കെ നാട്ടുകാർ അറിയിച്ചതാണ്. അവിടെ ജനങ്ങൾ പലപ്പോഴും ആനയെ അകറ്റാൻ വേണ്ടിയിട്ട്, ആനയിൽ നിന്ന് സംരക്ഷണം നേടാൻ വേണ്ടി പലരും ഉറക്കമൊഴിഞ്ഞ് കാത്ത് നിൽക്കുകയാണ് ആനയെ തുരത്താൻ വേണ്ടിയിട്ട്. എന്നിട്ടും അധികൃതരൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ നമ്മുടെ ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് വീണ്ടും 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 ഈ വന്യമൃഗങ്ങൾ ഈ ജനങ്ങളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്? ഒരിക്കൽ നമ്മളൊരു ചെറുപ്പക്കാരനെ വീട്ടിനകത്തേക്ക് ആന ഇരച്ചു കയറി ഓടി രക്ഷപ്പെട്ടിട്ട് പോലും ആ ഓടി പിറകെ നടന്ന് ആന ചെറുപ്പക്കാരനെ കൊന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അധികൃതർ പറഞ്ഞത്, ഇത്തരം സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ അനുവദിക്കില്ല, അങ്ങനെ സംഭവിക്കില്ല, അതിനുള്ള എല്ലാ നടപടികളും സർക്കാർ എടുക്കും എന്നൊക്കെ പറഞ്ഞതാണ്. സർക്കാർ ചില നടപടി എടുക്കുകയും ചെയ്തു. പക്ഷേ എന്തു പ്രയോജനം? വീണ്ടും ഒരു ചെറുപ്പക്കാരൻ കൂടി 22 വയസ്സുള്ള ഒരു വീടിൻ്റെ എന്തു പറയാം പ്രതീക്ഷയായിരുന്ന മോഹമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആനയുടെ കുത്തേറ്റ് ചവിട്ടേറ്റ് മൃഗീയമായി വേദന അനുഭവിച്ച് ഭയന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ, ആന ഓടി വരുമ്പോൾ തന്നെ അയാൾ ഭയന്നിരിക്കും. കാലുകൾക്ക് കൂടുതൽ ഓടാനുള്ള ശേഷി ഉണ്ടാകില്ല. കാരണം ഭയം കൊണ്ട് നമ്മുടെ കൈകാലുകൾക്ക് തളർച്ച വരും. പക്ഷേ ആനയുടെ സ്പീഡ് വളരെ കൂടുതലാണ്. ആന അടുത്ത് വന്ന് കൊമ്പ് കൊണ്ട് കുത്തുകയും കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്യുമ്പോൾ എന്തുമാത്രം ആ ചെറുപ്പക്കാരൻ വേദനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വല്ലാതെ നമ്മുടെ ഹൃദയം പൊടിയുകയാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വേദന അനുഭവിച്ച് മൃഗീയമായിട്ട് ആന ചവിട്ടി കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല. ഈ സർക്കാർ ഉത്തരവാദിത്വമാണ്. അത് ഏത് സർക്കാർ ഭരിക്കുന്നു, ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് ഇടതുപക്ഷ സർക്കാർ വിരുദ്ധത പറയുകയാണെന്ന് പറയേണ്ട. ഏത് സർക്കാർ ഭരിച്ചാലും ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്, സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഒരു കുരങ്ങൻ നമ്മുടെ വീട്ടിനകത്ത് കയറി വീട്ടിലെ അടുക്കളയിൽ കയറി അടുക്കളയിലിരുന്ന സാധനങ്ങളും നമ്മൾ പാചകം സാധനങ്ങളെല്ലാം എടുത്തു മറിച്ച് തകർത്തിട്ട് പോയാലും കുരങ്ങനെ ഒന്നും ചെയ്യാൻ നമുക്ക് നിയമമില്ല. ആ കുരങ്ങനെ നമ്മൾ ഒരു കല്ലുകൊണ്ട് എറിഞ്ഞാൽ പോലും നമുക്കെതിരെ കേസെടുക്കുന്ന ഒരു വനം വകുപ്പ് ഇവിടെ ഇരിക്കുമ്പോൾ, ഒരാന വന്നൊരു മനുഷ്യനെ ഓട്ടിച്ചിട്ട് ചവിട്ടി ഞെരിച്ച് കൊല്ലുമ്പോൾ നമുക്ക് ആനയ്ക്കെതിരെ ഒരു നടപടി എടുക്കാൻ കഴിയുന്നില്ല. നിയമമെല്ലാം ആനയ്ക്ക് അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് അനുകൂലമാണ്. നമ്മൾ വന്യമൃഗങ്ങളെ ഉപദ്രവിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ ഈ അധികൃതർ എവിടെ പോയിരിക്കുന്നു? ഈ ആന കുറെ കാലമായി നാട്ടിലുണ്ടായെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ആനയെ ഈ 6 കടത്തി കാട്ടിലേക്ക് വിടാൻ കഴിയാതെ പോയത്? നമ്മുടെ വനം വകുപ്പിന്റെയും നമ്മുടെ സംവിധാനങ്ങളുടെയും തകരാറു തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, മുമ്പ് ഇതുപോലെയുള്ള ആക്രമണം നടത്തിയപ്പോൾ ഗവൺമെന്റ് രംഗത്ത് വന്ന് ഇനി ഒരിക്കലും സംഭവിക്കില്ല, ഇത് ഞങ്ങൾ ഇനി അനുവദിക്കില്ല, മൃഗങ്ങളെ മുഴുവനും ഞങ്ങൾ സംരക്ഷിക്കും, വേലി കെട്ടും, കിടങ്ങ് കെട്ടും, ഫെൻസിങ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നു. മാത്രമല്ല വേണ്ട നടപടികൾ സർക്കാർ ചെയ്യുമെന്ന് പറയുന്നു. മരിക്കുന്ന ആൾക്കാരുടെ കുടുംബത്തിന് കുറച്ച് സാമ്പത്തിക സഹായം നൽകിയിട്ട് രാഷ്ട്രീയ നേതാക്കൾ അവിടെ ചെന്ന് മുതൽ കണ്ണീർ ഒഴുക്കിക്കൊണ്ട് എന്ത് കാര്യം? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ വകുപ്പ് മേധാവികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒരു മന്ത്രിസഭയെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത്. നിങ്ങളെ എക്സിക്യൂട്ടീവ് എന്ന് ഞങ്ങൾ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ആ എക്സിക്യൂട്ടീവ് നിങ്ങൾ ഒന്നും ചെയ്യാതെ ഒരു മന്ത്രി കസേരയിരുന്നു കൊണ്ട് സ്റ്റേറ്റ് കാറിൽ കറങ്ങി നടക്കാൻ വേണ്ടി മാത്രമായി ഒരു പദവിയായിട്ട് മന്ത്രി കസേരയെ മാറ്റുമ്പോൾ അതിനെ ഞങ്ങൾക്ക് പുച്ഛമാണ് എന്ന് തന്നെയാണ് ഈ ജനങ്ങളുടെ വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഇനി ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കഴിഞ്ഞ മാർച്ചിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ ഇപ്പോൾ മരിക്കുന്നത് 4ാമത്തെ ജീവനാണ്, മനുഷ്യജീവനാണ് മരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ഗവൺമെന്റ് വലിയൊരു നടപടി എടുക്കുന്നു. കാരണം ഇനി നമ്മുടെ നാട്ടിലൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക സമിതി തന്നെ മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിച്ചിട്ട് ഈ മൃഗങ്ങൾ ആക്രമിച്ച് കൊല്ലുന്നത് സംസ്ഥാന ദുരന്തമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. പിന്നെ എന്തെങ്കിലും വേണോ? സംസ്ഥാന ദുരന്തമായിട്ട് മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയും അങ്ങനെ ദുരന്ത നിവാരണ വകുപ്പ് അത് വന്യമൃഗ ആക്രമണം ഉണ്ടായാൽ അത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഉത്തരവിറക്കുകയും ചെയ്തു.
പക്ഷേ എന്തു പ്രയോജനം? എന്നീ മൃഗങ്ങളുടെ അക്രമം ഉണ്ടാകാതിരിക്കാൻ ചില നടപടികളും അന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ചില സമിതികൾ രൂപീകരിച്ചു. സംസ്ഥാനതല സമിതികൾ, ജില്ലാതല സമിതികൾ, അതുപോലെ പഞ്ചായത്ത് തല, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലുള്ള സമിതികൾ, അതുപോലെ പിന്നെ പ്രാദേശിക സമിതികളൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷേ എന്തു പ്രയോജനം? ഈ സമിതികൾ അവിടെയൊക്കെ നിൽക്കുമ്പോൾ സംസ്ഥാനതല സമിതിയുടെ, അതായത് മൃഗ നിയന്ത്രണങ്ങളെ, മൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു നിയന്ത്രണ സമിതിയുടെ സംസ്ഥാനതല അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. അതുപോലെ ജില്ലാതല സമിതിയുടെ അധ്യക്ഷൻ ആ പ്രദേശത്തെ മന്ത്രിയാണ്. പിന്നെ ചീഫ് സെക്രട്ടറി അതിലൊരു പ്രധാനപ്പെട്ട പിന്നെ കൺവീനറാണ്. എങ്ങനെയാണ് അതിൻ്റെ ഘടന? പക്ഷേ എന്തുകൊണ്ട് പ്രയോജനം? ഞാൻ അന്ന് മുഖ്യമന്ത്രിയാണ് സംസ്ഥാനതല സമിതി അധ്യക്ഷൻ, ചീഫ് സെക്രട്ടറി, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് എന്നിവരാണ് യഥാക്രമം സംസ്ഥാനതല ഉദ്യോഗസ്ഥ നിയന്ത്രണ സമിതി, ജില്ലാതല നിയന്ത്രണ സമിതി, പ്രാദേശിക തല ജാഗ്രതാ സമിതി എന്നിവരുടെ അധ്യക്ഷൻ. ഇവരൊക്കെയാണ് നേതാക്കൾ. ഇനി മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയിൽ വനം, റവന്യൂ, തദ്ദേശ, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിമാർ, വനം മേധാവി, കൃഷി വകുപ്പ് സെക്രട്ടറി, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, മെമ്പർ സെക്രട്ടറി എന്നിവരും അംഗങ്ങളാണ് ഈ സംസ്ഥാന സമിതിയിൽ. സമിതി ഉണ്ടാക്കി വയ്ക്കുന്നു, സമിതി കൂടിയിരിക്കുന്നു, അവർക്ക് പിന്നെ TA കൊടുക്കുന്നു, വന്ന് കമ്മിറ്റി കൂടുമ്പോൾ അവർക്ക് ചായയും വടയും കൊടുക്കുന്നു, സർക്കാർ ചെലവ് പണം മുടക്കുന്നു എന്നല്ലാതെ ഈ ജനങ്ങളുടെ ജീവനും ഒരു സംരക്ഷണവും സമിതിയെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോൾ ഈ അമറിലാഹിയുടെ മരണത്തിന് കാരണമായത്. ഒരു കൺട്രോൾ റൂം തുറക്കും എന്നും പറഞ്ഞിരുന്നു. അതായത് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഓഫീസുകളിൽ നിന്നും തസ്തികകൾ പുനർവിന്യസിച്ചും വനം വകുപ്പ് ആസ്ഥാനത്ത് പുതിയ കൺട്രോൾ റൂം രൂപീകരിക്കാനും വനംവകുപ്പ് അനുമതി. നിലവിൽ വനം വകുപ്പ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിന്റെ പേര് മാറ്റി തിരുവനന്തപുരം ഫ്ലൈം സ്ക്വാഡ് റേഞ്ച് എന്നാക്കി മാറ്റി. PTP നഗർ ആസ്ഥാനമായാണ് ഫ്ലൈം സ്ക്വാഡ് റേഞ്ച് പ്രവർത്തിക്കുക. എന്തു പ്രയോജനം? ഇങ്ങനെ ചില പിന്നെ ദുരന്ത നിവാരണം നമ്മുടെ സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയും ചില സമിതികൾ ഉണ്ടാക്കി വെക്കുകയും അതിന് പിന്നെ ഫ്ലൈം സ്ക്വാഡുകൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നതല്ലാതെ ജനങ്ങൾ കുറേ ദിവസമായിട്ട് പറയുന്നു ഈ ആന നാട്ടിലുണ്ട്, ആന ശല്യമാണ്, ആന മനുഷ്യനെ ഉപദ്രവിക്കുന്നു, പലപ്പോഴും പലരെയും ഓടിച്ചിട്ടുണ്ട്, ജീവൻ അപകടമാണ്, ഇത് വലിയൊരു അപകടം പിടിച്ചൊരു ആനയാണെന്ന് പറഞ്ഞിട്ട് ഈ ആനയെ തളയ്ക്കാനോ ആനയെ കൺട്രോൾ ചെയ്യാനോ ആനയെ ഈ ആറ് കടത്തി കാട്ടിലേക്ക് വിടാനോ നമ്മുടെ ഇത്രയും വലിയ സമിതികൾ ഉണ്ടായിരുന്നിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഈ സമിതിയെല്ലാം വെറും ഒരു എന്തു പറയാം, ഒരു ജീവച്ഛവങ്ങളായിട്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലാതെ മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതി, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി, മന്ത്രി അധ്യക്ഷനായ സമിതി, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായ സമിതി, ഇങ്ങനെ സമിതികൾ ഉണ്ടാക്കി വയ്ക്കുന്നു എന്നല്ലാതെ എന്തു പ്രയോജനം? ഇത് സത്യത്തിൽ നമ്മുടെ സിസ്റ്റം തയ്യാറായി പോയി, അത് മുഴുവനും തകർന്നു പോയിരിക്കുന്നു. ഈ സിസ്റ്റത്തിനെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വിപ്ലവകാരികൾ അധികാരത്തിൽ കയറിയത്. ഈ മാറണം, മാറ്റണം, മാറ്റി മറിക്കണം, നാറിപ്പൊഴുത്തൂരി നാടിന് വ്യവസ്ഥിതി എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ നാടിൻ്റെ സംവിധാനങ്ങളെ മുഴുവനും പരിഷ്കരിച്ച് പിന്നെ ശുദ്ധീകരിച്ച് ഒരു നല്ല സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ, നമ്മുടെ ഭരണ സിസ്റ്റം തന്നെ നേരെയാക്കിയെടുക്കാൻ വന്നവരാണ് അധികാരത്തിലിരിക്കുന്നത്. ആ അധികാരത്തിലിരിക്കുന്നവർ അവർ സ്വയം നശിക്കുകയും ദുഷിക്കുകയും ചെയ്യുകയും കൂടുതൽ നമ്മുടെ സംവിധാനങ്ങൾ ദുഷിക്കുകയും എന്നല്ലാതെ ഒന്നും നമ്മൾ കാണുന്നില്ല. ഇനി ആരെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ കേരളത്തിൽ? ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.